ശ്യാം, സ്വന്തം മകളെ ശീതളപാനീയത്തിൽ മദ്യം നൽകി കൊന്ന ക്രൂരനായ അച്ഛനാണ് ഇന്ന് ഈ കേസിൽ അച്ഛനുള്ള ശിക്ഷാവിധിയാവും ഇന്ന് കേസിൽ ഉണ്ടാവുക. ഈ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയാൽ ശിക്ഷാവിധി അടക്കം ഇന്ന് പ്രസ്താവിക്കുമോ? എന്തൊക്കെയാണ് സാധ്യതകൾ? സേതു, 2021 മാർച്ചിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ഈ സനുമോഹൻ കങ്ങരപ്പടിയിൽ താമസിക്കുകയായിരുന്നു ഭാര്യയും കുഞ്ഞുമായിട്ട് വാടകയ്ക്ക്. ഈ വാടക വീട്ടിൽ നിന്ന് ഭാര്യയും കുഞ്ഞുമായി നേരെ ബന്ധുവീട്ടിൽ പോവുകയും ഭാര്യയെ ആ ബന്ധുവീട്ടിൽ നിർത്തുകയും തുടർന്ന് മോളെ അമ്മാവനെ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ മോളുമായി തിരികെ പോരുകയായിരുന്നു. തുടർന്ന് ഈ വീട്ടിലെത്തിയ ശേഷം കുഞ്ഞിന് ഈ വിഷം നൽകി ശീതളപാനീയത്തിൽ വിഷം നൽകി കൊലപ്പെടുത്തി മുട്ടാർ പുഴയിൽ തള്ളുകയായിരുന്നു. അതിനുശേഷം ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. പിന്നീട് ഈ കേസ് പുറം ലോകത്തേക്ക് വരുന്നത് ഈ കുട്ടിയെയും അച്ഛനെയും കാണാതായതോടുകൂടി ബന്ധുക്കൾ പരാതി കൊടുക്കുകയും തുടർന്ന് പിറ്റേ ദിവസമാണ് ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ആ ഘട്ടത്തിൽ വിചാരിച്ചിരുന്നത് ഈ സനുമോഹനും ഈ കുട്ടിക്കൊപ്പം ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകും എന്നാണ് കരുതിയിരുന്നത്. അങ്ങനെ 2 ദിവസം കൂടി തിരച്ചിലും മറ്റുമൊക്കെ നടത്തി. അതിനുശേഷമാണ് പിന്നീട് മനസ്സിലാകുന്നത് ഇയാളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾക്ക് സാമ്പത്തിക ബാധ്യതകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയുന്നത്. അങ്ങനെയാണ് വിശദമായ പരിശോധനയും മറ്റും നടത്തിയത്. ആ ഘട്ടത്തിലാണ് ഇയാൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നതായും അറിയുന്നത്. അതോടൊപ്പം തന്നെ ഇയാൾക്ക് 2017 മുംബൈയിലൊരു സാമ്പത്തിക തട്ടിപ്പ് കേസ് ഇയാൾ പ്രതിയായിരുന്നു. അങ്ങനെ ആ തട്ടിപ്പുമൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഘട്ടത്തിലാണ് പിന്നീട് ഇയാളെ കർണാടകയിലെ കാർവാറിൽ നിന്നുമാണ് പോലീസ് പിടിയിലാവുന്നത്. അങ്ങനെ കർണാടകയിൽ നിന്ന് കാർവാറിൽ നിന്ന് ഇയാളെ ഇവിടെ എത്തിച്ച് ആ ഘട്ടത്തിൽ ഇയാൾ പറഞ്ഞത് കടബാധ്യത മൂലം മകളെ കൊലപ്പെടുത്തിയ ശേഷം പിന്നീട് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു എന്നതായിരുന്നു ഇദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹം ചെയ്തിരുന്ന ഈ മകളെ കൊലപ്പെടുത്തി ഈ പുറത്ത് മറ്റെവിടെയെങ്കിലും പോയി ആൾമാറാട്ടം നടത്തി ജീവിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇയാൾ പോയത്. അങ്ങനെ ഈ തൃക്കാക്കര പോലീസാണ് ഇത് സംബന്ധിച്ച് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി ഇയാളെ പിടികൂടി ഈ കുറ്റപത്രം സമർപ്പിച്ചത്. എന്തായാലും 5 കുറ്റങ്ങൾ ഇയാൾക്കെതിരെയുണ്ട്. ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തൽ, അതോടൊപ്പം തന്നെ കുട്ടിക്ക് മദ്യം നൽകൽ, ഈ ക്രൂരത എന്നിങ്ങനെ നിരവധി കുറ്റങ്ങൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഇന്ന് എറണാകുളം CJM കോടതിയാണ് ഇത് സംബന്ധിച്ച് വിധി പറയുക. സ്വാഭാവികമായിട്ടും ഈ കേസിൽ ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കിയിരുന്നത് ഈ കുഞ്ഞിനൊപ്പം അച്ഛൻ കൂടി മരിച്ചിട്ടുണ്ടാകും എന്നതായിരുന്നു. പിന്നീടുള്ള അന്വേഷണത്തിലാണ്